അമ്പലപ്പുഴയിലെ ഭൂരിപക്ഷത്തെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷത്തോട് ഉപമിച്ചതിൽ എതിർപ്പുമായി ജി സുധാകരൻ. ഒരാൾ പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിക്ക് എല്ലാവരും വോട്ട് ചെയ്യും. അമ്പലപ്പുഴയിൽ അങ്ങനെയല്ല എന്നും ജനങ്ങൾക്ക് അഭിപ്രായമുള്ള സ്ഥലമാണ് എന്നും ജി സുധാകരൻ. നിങ്ങൾ വോട്ട് ചെയ്താൽ 28,000 വോട്ടാണ് ഭൂരിപക്ഷം. 28,000 വോട്ട് ഭൂരിപക്ഷമാണെന്ന് ആരാണ്ട് പറഞ്ഞത് തന്നെ. കുഞ്ഞാലിക്കുട്ടിക്ക് 1,00,000 കിട്ടിയില്ല. അതാണ് മറുപടി. കുഞ്ഞാലിക്കുട്ടിയുടെ അവിടുത്തെ വോട്ടർമാരാണ് ഇവിടുത്തെ വോട്ടർമാർ. കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത വോട്ടർമാരാണോ? ഇവിടെ ഒരാൾ പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യും. ഇവിടെ ഓരോ വോട്ടർക്കും അഭിപ്രായമുള്ള സ്ഥലമാണ്. അവിടെ അതൊന്നുമില്ല. അവൾ മാസമായിട്ട് ഒരുപാട് ചെയ്യും. പിന്നെ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള സ്ഥലം, അല്ലാത്ത പാർട്ടിയൊന്നും അവിടെ ഇല്ല. അത് പോട്ടെ, ഇതൊക്കെയാണ് മറുപടി. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വോട്ട് ചെയ്തവർക്കൊന്നും അഭിപ്രായമില്ലെന്നാണോ? മാധു, കഴിഞ്ഞ ദിവസം ജി സുധാകരൻ തന്നെയാണ് തന്റെ വോട്ടിന്റെ ഭൂരിപക്ഷം എടുത്തു പറഞ്ഞത്. അങ്ങനെ ഒരു തർക്കത്തിനിടയിൽ തന്റെ 28,000 വോട്ടിന്റെ ഭൂരിപക്ഷം എടുത്തു പറഞ്ഞപ്പോൾ UDF തന്നെയുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് 1,50,000 വോട്ട് കിട്ടിയല്ലോ, 84,000 ഭൂരിപക്ഷം ഉണ്ടല്ലോ എന്നുള്ള കാര്യം CPM തന്നെ പ്രതിനിധിയാണ് ജി സുധാകരൻ ചോദിച്ചത്. അതിന്റെ മറുപടി എന്നോളമാണ് ജി സുധാകരൻ ഒരു പൊതുവേദിയിൽ വെച്ച് മറുപടി നൽകിയത്. ആ മറുപടിയിലാണ് ഇങ്ങനെ പറയുന്നത്. അത് മലപ്പുറത്ത് ആളുകൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ എല്ലാവരും കൂടി വോട്ട് ചെയ്യും. അത് മാസ് വോട്ടാണ്, അഭിപ്രായമില്ലാത്ത വോട്ടാണ്. പക്ഷേ അമ്പലപ്പുഴയിൽ അങ്ങനെയല്ല. അമ്പലപ്പുഴയിൽ ഓരോ വോട്ടിനും അഭിപ്രായമുണ്ട്. അതുപോലെയല്ല, അതായത് മുസ്ലിം ലീഗിനടക്കം വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് മലപ്പുറം. അവിടെ വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേണിലല്ല അമ്പലപ്പുഴയിൽ വോട്ടുന്നത്. രാഷ്ട്രീയമായി തന്നെ ജി സുധാകരൻ മറുപടി പറയുന്നു. പക്ഷേ ആ വിഷയത്തിൽ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വോട്ടുകൾ രാഷ്ട്രീയ വോട്ടുകളല്ല എന്ന് തന്നെയാണ് ജി സുധാകരൻ പറയുന്നത്. ശരി, ജി സുധാകരനാണ് മറ്റൊരു വിവാദത്തിന് കൂടി തുടക്കം കുറിച്ചിരിക്കുന്നത്. മലപ്പുറത്തെ വോട്ടുകളുമായി അമ്പലപ്പുഴയിലെ വോട്ടുകൾ താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഇവിടുത്തെ വോട്ടർമാർക്ക് ഓരോരുത്തർക്കും അഭിപ്രായമുള്ളവരാണ് എന്നാണ് ജി സുധാകരന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകിയത്.